ദാ വരുന്നു. ആരാ അത്? ദാ വരുന്നു. നീയായിരുന്നോ? എടാ, ഹോളിംബെല്ലിന്റെ സ്വിച്ച് ഇവിടെ കാണുന്നില്ലേ നിനക്ക്? അത് ഇത്രയും ചെറുപ്പത്തിൽ കണ്ണടിച്ചു പോയി. അല്ല, എടാ, ഇതേതാടാ ഈ കൊച്ച്? അല്ല, നിന്റെ കൂടെ അമ്മൊന്നും മാറുന്നതെന്ന് ഞങ്ങൾക്ക് അകത്ത് കയറായിരുന്നു. അകത്ത് കയറിയിട്ട് വിശദീകരിച്ചെന്ന പോരെ. വിശദീകരിക്കണമെന്നില്ല, അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും എന്റെ മൂത്ത മോൻ നിൽക്കുമ്പോ നീ കെട്ടേണ്ടിയിരുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, എനിക്ക് കൂട്ടായില്ലേ. ഞാൻ വിളക്കെടുത്തിട്ട് വരാം, നീ ഇവിടെ തന്നെ നിൽക്ക്. ഞാനിപ്പോ കെട്ടി. അമ്മേ, വിളക്കെടുക്കണം. അമ്മേ, അമ്മ ഈ സീരിയലിലെ അമ്മമാരെന്തി കാള വെറ്റാൻ നിൽക്കുന്ന കയറെടുക്കുന്ന ഇത് അച്ഛന്റെ കൊച്ചാ. അയ്യോ അമ്മ, വീണ്ടും കയറെടുക്കല്ലേ. ഇത് അച്ഛന്റെ പെങ്ങളുടെ കൊച്ചാ. പേര് സാധന. കുറച്ചു ദിവസം നമ്മുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ ആന്റിയൊക്കെ അങ്ങ് വിദേശത്ത് പോയിക്കോ. അടിയന്തരം കാലത്തുണ്ടായവനെ എനിക്കിപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് എന്റെ അടിയന്തരം നടത്തേണ്ടി വന്നതാ. ചിരിക്കുന്നോ? ഒന്ന് വെച്ചെണ്ണുണ്ടല്ലോ. മോളെ, അകത്തേക്ക് വാ മോളെ. നിനക്കൊക്കെ ഞാനേ അമ്പാരം വെച്ച് വരവേൽക്കണം. അകത്തേക്ക് കയറി വാടാ. ആ, എന്റെ മക്കള് വന്നോ? 2 ദിവസം പറഞ്ഞ് പോയിട്ട് 2 ആഴ്ചയായല്ലോ. അത് പിന്നെ ആന്റി അങ്കിൾ നാട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ സാധന വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ദേവാ എന്താ പറയണ്ടേ. അച്ഛാ, ആന്റി അങ്കിൾ നാട്ടിലില്ല. അതോടെ സാധനം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നു. ആളോട് ഒറ്റയ്ക്ക് നിൽക്കണ്ടേ. ആന്റി അങ്കിളും വരുന്നവരെ ആ സ്ഥലത്തിന്റെ കാര്യമൊന്നും ചെയ്യാനും പറ്റില്ല. അതെന്താടാ, ആ കൊച്ചിന്റെ തന്തര വീട്ടുകാരൊന്നുമില്ലേ? അതിന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നമ്മളെ വേണ്ടാച്ച് പോയതാ അവള്. എന്നിട്ട് പിന്നെ അവളുടെ കൊച്ചിനെ പറഞ്ഞു വിട്ടിരിക്കാം. എന്നോട് ക്ഷമിക്കണം. സാധന, അച്ഛൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അച്ഛൻ അമ്മ ഇത് എന്ത്? അച്ഛൻ ഇവളെ ഇറക്കി വിടാം. ഇവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് അച്ഛൻ ഉറപ്പ് പറയാൻ പറ്റുമോ? ഇതുപോലൊരു വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥലം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് വിരോധമില്ല. അച്ഛന്റെ പെങ്ങളുടെ മോളല്ലേ. അച്ഛനും മക്കളൊന്നും നിർത്തുന്നുണ്ടോ? ഈ കുട്ടി ഇവിടെ തന്നെ നിൽക്കും. എന്തായാലും കുറച്ച് ദിവസത്തേക്കല്ലേ. പിന്നെ ആ കുട്ടി നമ്മളെ വിശ്വസിച്ചവരെ കൊണ്ടുവന്നത്. ഇനി ഇതിനെ കുറിച്ച് തർക്കിക്കണ്ട മോളെ. ഇങ്ങോട്ട് വാ മോളെ. ഇവര് പറയുന്നൊന്നും കണക്കിലെടുക്കണ്ട കേട്ടോ. ഇനി എന്തൊക്കെ നോക്കിക്ക് രണ്ടാളും കേറി പോവാത്തേക്ക്. വീട്ടിലെ ജഡ്ജിന്റെ ഉത്തരവ് വന്നില്ലേ, എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതാട്ടെ മോളുടെ റൂം. മോൾക്ക് റൂം ഇഷ്ടായോ? എന്ത് പറ്റി മോളെ മുഖത്തൊരു പാട്ടം? വന്നപ്പോലെ ശ്രദ്ധിക്കാം. അങ്കിള് പറഞ്ഞാണെങ്കിൽ അത് കണക്കിലെടുക്കണ്ട മോളെ. അങ്കിളിന് മോളുടെ അമ്മോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. മോള് അതൊന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ. പോയി ഫ്രഷ് ആവാൻ നോക്ക്. ആൻറ്റി അപ്പേക്കും ഫുഡൊക്കെ എടുത്ത് വെക്കാവേ. ഗിരിയേട്ടൻ എന്തിനാ കൊച്ചിനോട് അങ്ങനെയൊക്കെ പറഞ്ഞ്? അത് എന്ത് ചെയ്തിട്ടാ? ഭക്ഷണം കേൾക്കുമ്പോഴൊക്കെ അതിന്റെ മുഖത്തൊരു തെളിച്ചം കണ്ടില്ല. അതിന് നല്ല വിഷമമായി തോന്നുന്നു. ഞാൻ എന്റെ കാര്യം മുഖത്തോക്കി പറയും. വിഷമമായി ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, ഞാനൊരു സത്യം പറഞ്ഞല്ലോ. അവളവളുടെ ഭർത്താവ് ഈ പ്രായപ്രത്യേക കൊച്ചിനെ ഒറ്റയ്ക്കിട്ട് എവിടെ പോയതാ? എന്തോ ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി അബ്രോഡ് പോയിക്കത്രേ. അങ്ങനെയാ പിള്ളേരെന്റെ അടുത്ത് പറഞ്ഞത്. ആ, എന്തെങ്കിലും ആവട്ടെ. എന്തായാലും കുറച്ച് ദിവസമല്ലേ കൊച്ചു ഇവിടെ നിൽക്കത്തുള്ളൂ. പിന്നെ ആ കൊച്ചു ശരിക്കും നിളയെ പോലെയാണല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താ പറഞ്ഞേ? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നീ ലൈറ്റ് ഓഫ് ചെയ്യ്, ഞാൻ കിടക്കട്ടെ. സ്വന്തം പെങ്ങളോടും ആളുടെ കുട്ടിയോടും ഇഷ്ടമുണ്ടെങ്കിൽ കെയറിംഗ് ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞൂടെ? പക്ഷെ ഈഗോ സമ്മതിക്കത്തില്ലല്ലോ. നീ നല്ല കഴിക്കേ, വായ നോക്ക് നിറച്ച് കഴിക്കേ. അമ്മ അപ്പേ പാര്. അപ്പ കഴിക്കുന്ന പോലൊന്നും കഴിക്കലേ, തൊണ്ടേ കൊടുക്കും. അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ, മോളുടെ കൂടെ തന്നെ. കണ്ണ് அப்ப எங்க இருக்கேன்டா, உன் கூட இருக்கு. அவனுக்கு நான் உன்னை கொடுக்க மாட்டேன் கண்ணு. മോൾ ഇത്ര നേരത്തെ എണീറ്റോ? കോഫി എടുക്കട്ടെ മോൾക്ക്? മണിച്ചിട്ടുണ്ടോ ആൻറ്റി? എനിക്ക് കോഫി ടീ പിടിക്കാതെ. ആൻറ്റി ഇവിടെ അല്ല, ഞാൻ തമിഴ് എനിക്ക് ആദ്യം വരുന്നത്. സോറി. കൊഞ്ചം തമിഴ് എനിക്ക് തരും. മോള് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. മോളെ ഈ കോഫി ഒന്ന് മോള് ദേവിയുടെ റൂമിലൊന്ന് കൊണ്ടുപോയി കൊടുക്കും.
ആ, അതിനെന്താ ആൻറ്റി, ഞാൻ കൊണ്ടുപോയി കൊടുക്കാലോ. ഏ, ഇതെന്താ ഉണർന്നു? ദേവാ, ദേവാ, ഓ, ഉറങ്ങാണല്ലേ. എന്തൊരു പാവ, കണ്ടു കഴിഞ്ഞ വായന നാവ് കണ്ട നല്ല ചാണക്കുളിയിൽ എടുത്തിടാൻ തോന്നും. ഓ, ഇതിനിപ്പോ വിളിക്കണ്ടേ? ദേവാ, ദേവാ, ദേവാ. അയ്യോ, എന്നാ അമ്മേ? ആ ആ, നീയോ? നീ എന്താ ഇവിടെ? ഞാൻ ഈ കാപ്പി തരാൻ വേണ്ടി വന്നതാ. നിന്നോട് ആരടി എനിക്ക് കാപ്പി തരാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നീ എന്താ ഭാര്യ എന്നുള്ള അധികാരം സ്ഥാപിക്കാൻ വേണ്ടി നിൽക്കുകയാണോ? ഈ വോളിപ്പം കാലത്ത് നിന്ന് നിന്റെ മോൻ കണ്ട് ഉണർന്നല്ലോ, നിന്റെ ഇന്നത്തെ ദിവസം പോവും. ഞാൻ ആരുടെയും ജീവിതത്തിൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി വന്നതല്ല. ആന്റി കാപ്പി തരാൻ പറഞ്ഞപ്പോ അത് തരാൻ വേണ്ടി വന്നു നേടി. കാപ്പി തന്നുകൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ അധികാരം സ്ഥാപിക്കാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. താങ്കളുടെ അത്ര വിദ്യാഭ്യാസം എനിക്കില്ലല്ലോ. ഞാൻ വലിയ വക്കീലൊന്നല്ലേ. ഇതെന്തൊരു ബഹളം! നീ എന്നിട്ട് എന്റെ കളിയൊക്കെ ആണോ? രാവിലെ തന്നെ എനിക്കിട്ട് ഉണ്ടാക്കാൻ വന്നേക്കരുത്. ദേ, ഈ റൂമിലേക്കുള്ള വരവ് ഇതോടുകൂടി നിർത്തിക്കോണം. ആന്റി പറഞ്ഞു മറ്റൊരു പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അതാരും അറിഞ്ഞു പോകരുത്, മനസ്സിലായോ? ഇതുപോലെ കിടന്ന് പ്രസംഗിച്ചു കഴിഞ്ഞോ വീട്ടിലുള്ളവരും അല്ല നാട്ടുകാരെ ഇവിടെ അറിയും. നീ എന്താ ഇവിടെ? ഇവിടുത്തെ ബഹളം കേട്ട് വന്നതാ. നീ ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ആരും അറിയില്ലെന്ന വിചാരം. നിങ്ങൾക്ക് ഈ ബന്ധം ആരെ അറിയിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ കിടന്ന് ബഹളം വെക്കുന്ന എന്തിനാ? എന്താ നിന്റെ പ്രശ്നം? പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. നീ ഇവളെ വിളിച്ചിവിടുന്ന് ഒന്ന് ഇറങ്ങിപ്പോയി തരൂ. സാധന, വീണ്ടും കൂടെ വന്നേ. സാധന, നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ് ദർശ. ദർശന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേവിയുടെ പറയാൻ കൂടിയാ ഞാൻ നേരത്തെ റൂമിൽ ചെന്നത്. പക്ഷേ അറിയാൻ താൻ ദേവേനത്ര പേടിക്കേണ്ട ആവശ്യമില്ലടോ. തനിക്ക് എന്ത് വേണേലും അവൻ്റെ അടുത്ത് പറയാം. ഇപ്പൊ എന്താ തനിക്ക് പറയാനുള്ളത് എൻ്റെ അടുത്ത് പറയൂ. ദർശ, ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടിരുന്നു. അപ്പയ്ക്ക് അമ്മയ്ക്ക് എന്തോ പറ്റുന്നത് പോലെ. കാര്യമില്ലെന്നറിയാം, എന്നാലും ചോദിക്കാം. അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? മനസ്സിലാവേണ്ടത് സാധന, താൻ പേടിക്കണ്ട. അവർക്കൊന്നും സംഭവിച്ചു കാണില്ല. നമ്മൾ ഇന്നലെ ഇവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് അന്വേഷിക്കാം. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ തനിക്ക്? അങ്ങനെ വിഷമിച്ചിരിക്കാതെ ചെല്ലങ്ങോട്ട്. ദേവസാറെ, ബർമൻ ഡ്രസ്സസിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു കേസും വന്നിട്ടില്ലല്ലോ. അവരുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഒരു കറപ്ഷനും കാണാനില്ല. അവർ കമ്പനി ആയാലും അവരിലായാലും. നിന്നോട് ഞാൻ പറഞ്ഞ പണി ചെയ്താൽ പോരെ? നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നത്? കേസ് വന്നാലും വന്നില്ലെങ്കിലും അവരെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണം. ഇഷാൻ, വേഗം ആവട്ടെ. എൻ്റെ പൊന്ന് ദർശൻ സാറേ, ദേവൻ സാറേ, ഇന്നലെ രാത്രി മുതൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോലെ തേടൽ തുടങ്ങിയതാ. ഇതുവരെയായിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. എടാ ഇഷാനെ, എത്ര കാലമായിട്ടാ നീ ഞങ്ങളുടെ കീഴിൽ പ്രിൻസിപ്പലായിട്ടും അസിസ്റ്റന്റ് അഡ്വക്കേറ്റ് ആയിട്ടും നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇതുവരെയായിട്ടും കേസിന്റെ ഒരു പാഠവും നീ പഠിച്ചെടുത്തിട്ടില്ല. എടുക്കുന്ന കേസ് മുഴുവൻ നീ പൊട്ടിയിട്ട് വരുന്നതിന്റെ കാരണം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വേരും കായും പൂവും എല്ലാം തണ്ടടക്കം പരിശോധിക്കണം, കീറി മുറിച്ച് പരിശോധിക്കണം. എന്നാലേ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റൂ. പിന്നെ ഈ ലോകത്ത് എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് അല്ല. ആഹാ, ഞാൻ ഇതിന്റെ വേരും കായും രണ്ടും മാത്രമല്ല, മണ്ണടക്കം ഞാൻ പരിശോധിച്ചു നോക്കി. അതിൽ വീഴുന്ന വെള്ളമടക്കം അയാൾ പെർഫെക്റ്റ് ആണ്. നാഗേന്ദ്രവർമ്മ പെർഫെക്റ്റ് ആണ്. ദർശ, നീ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ആയിട്ട് ചെക്ക് ചെയ്യും അവരുടെ ബാങ്ക് ഡീറ്റെയിൽസും അതുപോലെ വർമ്മ ഡെസിറ്റിൽ ഇപ്പൊ ബിസിനസ് പരമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും. രാഹുൽ വർമ്മയുടെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. പിന്നെ നീ കോളേജിൽ അഡ്മിഷന്റെ കാര്യം നോക്കിക്കോ. അവളോട് വിളിച്ച് ചോദിച്ചേക്ക് ഏത് കോഴ്സിന് അവൾ ചേരുന്നെന്നുള്ളത്. സാറിന് പെണ്ണ് സെറ്റായോ? വാവ്, ഏതാ കൊച്ച്? ദർശൻ സാറേ, ചിരിക്കാതെ പറയും. ആർക്കാ പെണ്ണ് സെറ്റായ? സാറിനാണോ അതോ ദൈവം സാറിനാണോ? നീ ഇതിന് കാണിക്കുന്ന ആത്മാർത്ഥത ആ ജോലിയിൽ കാണിക്കുന്ന എത്ര നന്ന്. ആ കേസിന്റെ ഡീറ്റെയിൽസ് വേഗം എനിക്ക് റെഡിയാക്കി താ. പിന്നെ പെണ്ണിന്റെയും കല്യാണം ചെറുക്കലൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. ഞാൻ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. ഞാൻ അവളെന്നുള്ളത് കേട്ടതാ. അവളെന്ന് തന്നെ പറഞ്ഞ, അവന്നല്ല. അതുപോലെ തന്നെ കോളേജിൽ അഡ്മിഷൻ എന്തായാലും 1-2 വയസ്സ് 3 വയസ്സായ കുട്ടികൾക്കൊന്നും എടുക്കത്തില്ലല്ലോ. അപ്പൊ അത് വലിയ പെൺകുട്ടിയാ. വേറെ നിങ്ങൾ രണ്ടുപേരും ആർക്കാ പെണ്ണ് സെറ്റായി? ഈശാൻ, നിനക്കിവിടെ വേറെ പണിയൊന്നുമില്ലേ? ആ ആ ആ ഉണ്ട്. അവൻ പിണങ്ങിപ്പോയെന്ന് തോന്നുന്നു.
എന്തിനാണ് അവൻ്റെ അടുത്ത് ഇത്രയും ചൂടായി പറഞ്ഞത്? അവൻ പിണങ്ങി പോകുന്നില്ല, നമുക്കറിഞ്ഞൂടെ അവനെ, നമ്മുടെ ഫ്രണ്ടല്ലേ അവൻ. പിന്നെ നീ ആ കോളേജിൻ്റെ ഡീറ്റെയിൽസ് തപ്പിയേക്കിട്ടാ, നല്ല കോളേജ് ആയിരിക്കണം, റാങ്കിങ് ഒന്നുള്ളതാവരുത്. എന്താ ദേവ ഒരു ചാഞ്ചാട്ടം? അല്ല, അവളെക്കുറിച്ച് ഇങ്ങനെ കെയറിങ്ങോട് കൂടി അവൾക്ക് വേണ്ടി. കെയറിങ്ങോ? ആരോട് കെയറിങ്? നീ എന്താ ഈ ആവശ്യമില്ലാത്തൊക്കെ വളച്ചോടിക്കാൻ നിൽക്കുന്നത്? ഞാൻ അവൻ തന്ന ആ സ്ഥലത്തിന് പിന്നെ അവന് കൊടുത്ത വാക്കുണ്ടല്ലോ അശ്വിന്, അതിനു വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ, അല്ലാതെ എനിക്കൊരു കാര്യമില്ല അവളോട്. നീ ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലേ, ആധാരം എന്നാ കിട്ടുന്ന അന്വേഷിക്കുക പോയിട്ട്. ശരി ശരി, ഞാൻ ആധാരത്തിനെയും കോളേജിൻ്റെയും എല്ലാത്തിനും ഇങ്ങനെ അന്വേഷിച്ചത്.